മണപ്പുറം സമീക്ഷയുടെ 4ാമത് പുരസ്കാര സമർപ്പണം തളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂളിൽ സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. വളരെ അർഹിക്കുന്നവർക്കാണ് ഈ പുരസ്കാരങ്ങൾ നൽകിയത് എന്നുള്ളത് സമീക്ഷയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പുരസ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം രാമവാരിയരെ കുറിച്ച് തന്നെയാണെന്ന് പറയേണ്ടത്. മലപ്പുറത്തിൻ്റെയും മലയാളിയുടെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും മികച്ച സംവിധായകനാണ് രാമവാരിയർ, യാതൊരു സംശയമില്ല. മലയാള സിനിമ എന്താണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നല്ല സിനിമകൾ ഉണ്ടാകുമെന്ന് ലോകത്തെ അറിയിച്ച ആദ്യത്തെ സംവിധായകൻ. അത് മറ്റൊരു മലപ്പുറത്തിൻ്റെ മഹാനായ കലാകാരനായ ഭാസ്കര മാഷുമായി ചേർന്ന് അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത നീലക്കുയിൽ തുടങ്ങി പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമയായി ചെമ്മീൻ മുതൽ ഇവിടെ സൂചിപ്പിച്ച ഓരോ സിനിമകളും, അഭയത്തെക്കുറിച്ച് പറഞ്ഞു, നെല്ല്, മൂരാട്ടുകുട്ടി, മായ, അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ മലയാളിക്ക് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. അതെല്ലാം സാഹിത്യ സൃഷ്ടികളെ ആസ്പദമാക്കിയിട്ട് ആണ് അദ്ദേഹം ഓരോ സിനിമകളും ചെയ്തത് എന്നാലോചിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു സന്തോഷവും കൂടിയുണ്ട്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. MP സജീവൻ അധ്യക്ഷനായി. MP സുരേന്ദ്രൻ അവാർഡ് സമിതിയുടെ വിലയിരുത്തലുകൾ അവതരിപ്പിച്ചു. രാമു കാര്യാട്ട് സമഗ്ര സംഭാവന പുരസ്കാരം കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന് കമൽ സമ്മാനിച്ചു. 25,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. കവി P. സൽവിൻ രാജിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയത്രി അനിത തമ്പിക്കും KB പീതാംബരൻ സ്മൃതി പുരസ്കാരം മുതിർന്ന രാഷ്ട്രീയ നേതാവ് PR കറപ്പനും സമ്മാനിച്ചു. ES സുഗതകുമാർ, CG അജിത് കുമാർ, TR ശശികല എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു. തുടർന്ന് പുരസ്കാര ജേതാക്കൾ സംസാരിച്ചു. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. TS സുനിൽകുമാർ, BR പ്രഭ എന്നിവർ സംസാരിച്ചു.